മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നബിയുല്ലാഹി ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ ബീവി റളിയല്ലാഹു അൻഹ എന്നവരെ നിർബന്ധപൂർവവും അല്ലാതെയും കൂടുതലായും സ്മരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ദുൽഹിജ്ജ മാസത്തിലൂടെ സമാഗതമാവുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ ഖലീലുല്ലാഹ് എന്നാണ് പറയാറുള്ളത്. ഖലീൽ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നാണ്. അല്ലാഹുവിൻ്റെ സ്നേഹിതൻ. എന്താണ് അല്ലാഹു അത്രമാത്രം സ്നേഹിക്കാനുണ്ടായ കാരണം? ജീവിതത്തിൻ്റെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയപ്പോഴും വളരെ സമചിത്തതയോടെ, ക്ഷമയോടെ, സുബറോടെ, ഹിൽമോടെ ജീവിച്ച് എല്ലാ പരീക്ഷണങ്ങളെയും ഉമാലയായി സ്വീകരിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു അത്രമാത്രം സ്നേഹിക്കുകയാണ്. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം എന്ന് പറയുന്നത്. ആ ഇബ്രാഹിം നബിയെയും കുടുംബത്തെയും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനങ്ങൾ നൽകി. ഒന്ന്, ഖലീലുല്ലാഹ് എന്ന വിളിപ്പേര് തന്നെയാണ്. രണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉലുൽ അസ്മുകളിൽപ്പെട്ടവരാണ്. അല്ലാഹുവിന്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പിന് അർഹരായവരാണ് അമ്പിയാക്കളെല്ലാം. 1,24,000 അമ്പിയാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് അല്ലാഹു പ്രത്യേകം സെലക്ട് ചെയ്തവരാണ് മുർസലീങ്ങൾ, പ്രബോധന ദൗത്യം നൽകിയവർ. അവര് 315 അവരിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ് ഉലുൽ അസ്മുകൾ എന്ന 5 ആളുകൾ. മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ 5 പേരാണ് ഉലുൽ അസ്മുകൾ എന്ന് പറയുന്നത്. അവർ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടവരും ആണ്. ഇവരിൽ പെട്ടവരായി ഇബ്രാഹിം നബിയെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. അപ്പോൾ ഇബ്രാഹിം നബിയുടെ വലിയ സ്ഥാനം നോക്കി നിങ്ങൾ. ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുത്ത 5 പേരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത കൊടുത്ത 5 പേരിൽ പെട്ടവരാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നാലാമത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ ഉമ്മത്തിന് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ ഒരു ചാപ്റ്ററിന്റെ പേര് വരെ കൊടുത്തു. സൂറത്ത് ഇബ്രാഹിം ഖുർആനിലുണ്ട്. 25 സൂറത്തിലായി 69 തവണ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുത്തി. ആ ഖുർആൻ ഓതുന്ന എത്ര ആളുകൾ ലോകത്ത് ഇബ്രാഹിം നബി എങ്ങനെ നിരന്തരം സ്മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ സ്ഥാനം എത്രയാണ്, തീർന്നില്ല. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർക്കാതെ ഒരു മുഅ്മിനായ മനുഷ്യന് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠ കർമ്മമായ നിസ്കാരം, 5 വക്ത് നിസ്കാരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓരോ വക്തിലും 4 തവണയാണ് ഓർക്കുന്നത്. ഒരു വക്ത് ഇപ്പം നമ്മൾ സുബ്ഹ് നിസ്കരിച്ചു, 4 തവണ ഇബ്രാഹിം എന്നുള്ള പേര് എല്ലാവരും പറഞ്ഞില്ലേ? കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. ഇത് പറയാതെ നമുക്ക് നിസ്കാരത്തിൽ സലാം വെട്ടാൻ കഴിയൂല. ഒരു ദിവസം 5 വക്ത് നിസ്കാരം, 5 × 4 20. ഒരു ദിവസം 20 തവണ നിർബന്ധമായി ഓർക്കുകയാണ്. 20 × 30 ഒരു മാസമാകുമ്പോൾ എത്രയായി? 600 പ്രാവശ്യമായി. അതൊരു വർഷമാകുമ്പോൾ 600 × 12 7200 തവണ ഒരു മനുഷ്യൻ നിർബന്ധമായും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർക്കേണ്ടി വരികയാണ്. ഇത് നിർബന്ധമായി ഓർക്കുന്നത്. പിന്നെ സുന്നത്ത് നിസ്കാരം ആലോചിച്ചു. അപ്പൊ എത്രയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്മൾ ഓർക്കുന്നത്? തീർന്നില്ല. ഹജ്ജ് മാസം അടുക്കുമ്പോഴേക്കും ഇബ്രാഹിം നബി ചർച്ചയ്ക്ക് വരികയാണ്. അവിടെ പോകുന്ന ആളുകൾ കഅബ കാണുമ്പോൾ ഇബ്രാഹിം നബിയെ ഓർക്കുകയാണ്. തവാഫ് ചെയ്യുമ്പോൾ, സഅയ് ചെയ്യുമ്പോൾ, സഫയിൽ വരുമ്പോൾ, മർവയിൽ വരുമ്പോൾ, കല്ലെറിഞ്ഞു പോകുമ്പോൾ, എന്തിന് സംസം കുടിക്കുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്നു. അവർ കൊണ്ടുവരുമ്പോൾ നമ്മളും പോയി കുടിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നു. അറവ് നടത്തുമ്പോൾ നമ്മളും ലോക മുസ്ലിങ്ങൾ ഒട്ടാകെ ഉദ്ഹിയ്യത്തിലൂടെ മഹാനായ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് വലിയ സ്ഥാനം കൊടുത്തു.
ഖുർആൻ. എന്നിട്ട് പറയാണ്, ഇബ്രാഹിം നബിയെ വർണ്ണിച്ച് പറയുന്ന ഒരു ആയത്തുണ്ട്, ഒരു സംഭവബഹുലമായ ആയത്താണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരായിരുന്നു? കാന ഉമ്മത്തൻ, ഒരു പ്രസ്ഥാനമായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ പറയില്ലേ, ഒരാള് ഒരു ജീവിതകാലം, ഒരു ആയുഷ്കാലം അദ്ദേഹം ചെയ്യേണ്ടതിനേക്കാൾ കൂടുതൽ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്താൻ എന്താ? ഓനൊരു പ്രസ്ഥാനായിരുന്നു അല്ലേ? അദ്ദേഹം ഒരു പ്രസ്ഥാനായിരുന്നു. അതുപോലുള്ള ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് പറയില്ലേ? ആ പ്രയോഗമാണ് അല്ലാഹു പറഞ്ഞത്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ. ഇബ്രാഹിം നബി ഒരു പ്രസ്ഥാനമായിരുന്നു. ആ പ്രസ്ഥാനമാകുന്ന ഇബ്രാഹിം നബിയെ പിൻപറ്റാൻ നമ്മോട് പറഞ്ഞു, വത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ. അത്രമാത്രം മഹത്വമുള്ള മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ കുടുംബത്തെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയി ആ ചരിത്രം നമുക്കൊന്ന് അയവിറക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കൂടുതൽ പഠിക്കാനും പറയാനും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നിങ്ങൾ പറഞ്ഞു കേട്ടതിൻ്റെയൊക്കെ മിസ്ൽ സവാബ് ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. മരിക്കുന്ന അവസരത്തിൽ കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങളിൽ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഇന്ന് സുബ്ഹ് ജമാഅത്തിന് ഇവിടെ എത്തി ഈ ഇൽമിന്റെ മജ്ലിസും കഴിഞ്ഞ് പോകുന്ന മുഅ്മിനീങ്ങൾക്കൊക്കെ വലിയ ഖൈർ നൽകണേ അല്ലാഹ്. എല്ലാ റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. എല്ലാവിധ കാര്യങ്ങളിലും നീ വലിയ വിശാലത ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിത സന്ധാരണ മാർഗങ്ങൾ, ബന്ധപ്പെടുന്ന മേഖലകൾ, ബിസിനസ്സുകൾ, ജോലികൾ എല്ലാത്തിലും അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. എല്ലാ കുരുക്കുകളും ഞങ്ങൾ കഴിച്ചു തരണേ അല്ലാഹ്. ഈ 10 ദിവസത്തെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കാനും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇതിന്റെ മഹത്വം മനസ്സിലാക്കി അതിനെ ആദരിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റഹീമായ റബ്ബേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദാഇൽ വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ എല്ലാം ഞങ്ങളുടെ ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഇന്നൊരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുമുള്ള ഈമാനിക കരുത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وآله وسلم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله.